കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഞാനും ഉണ്ടാക്കിയ നമ്മുടെ ലാലേട്ടൻ്റെ റെസിപ്പി ഒരു രക്ഷയില്ലാട്ടോ. കീടു ടേസ്റ്റ്. പഴം ഇഷ്ടമില്ലാത്ത ഞാൻ പോലും മണമണാന്നങ്ങട് അടിച്ചു. അപ്പോൾ പറയണ്ടല്ലോ, ഞാൻ പഴം മാത്രമല്ല നല്ല ചക്ക കൂടി ചേർത്തിട്ടുണ്ട്. നല്ലതെന്ന് വെച്ചാൽ അത്യാവശ്യം പഴുത്തത്. ജോലി കഴിഞ്ഞ് വന്നു, കൈയും കാലും കഴുകി നേരെ അടുക്കളയിൽ കയറി ആദ്യം ഉണ്ടാക്കിയ സംഭവം ഇതാണ്. വേറെ ഒന്നുമല്ല, മാറ്റി വെച്ചാൽ പിന്നെ ചെയ്യത്തില്ല. പഴം വാങ്ങിച്ചിട്ട് വന്നെങ്കിലും വീട്ടിലൊരു പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ മൂന്നാക്കുന്നു, നാലാക്കുന്നു, ചെറിയ പീസുകളാക്കുന്നു. അതോടൊപ്പം തന്നെ 3-4 ചക്കച്ചുള ഉണ്ടായിരുന്നു, അതും കൂടെ ഞാനങ്ങ് ഇട്ടിട്ടുണ്ട്. ചക്ക കണ്ടാൽ തിന്നാതെ പറ്റില്ല. പക്ഷേ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നോക്കുമ്പോൾ നെയ്യില്ല. പിന്നെ ഓടിപ്പോയി നെയ്യ് വാങ്ങിച്ചു. കണ്ടല്ലോ അല്ലേ, ചെറുതൊരെണ്ണം വാങ്ങിച്ച നെയ്യ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ. രണ്ടായിട്ടാണ് ഞാൻ വറുത്തത് കേട്ടോ. കണ്ടില്ലേ, പകുതി ചക്ക പകുതി പഴമായിട്ട് 2 ട്രിപ്പായിട്ട് വറുത്തെടുത്തു. വറുത്തപ്പോൾ എനിക്കത്ര ഭംഗിയൊന്നും തോന്നിയില്ല. പിന്നെ കുറച്ച് തേങ്ങ ഇട്ടു, പിന്നെ ചുക്കുപൊടിയും ശർക്കരയും ഇട്ടു. ഞാനിപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും വീഡിയോ ഒന്നും നോക്കിയില്ല, കണ്ടൊരു ഓർമ്മ വെച്ച് അങ്ങ് ഉണ്ടാക്കുക. 2-3 വീഡിയോ ഞാൻ കണ്ടു. ഫൈനലി ഇത് നോക്കിക്കേ, ഈ ഒരു പരുവായപ്പോഴേക്കും എനിക്ക് മനസ്സിലായി സംഭവം സെറ്റായിട്ടുണ്ടെന്ന്. നോക്കിക്കേ, ഇതിലോട്ട് വെസ്റ്റേഡ് ഐസ്ക്രീമാണ് കേട്ടോ ഇട്ടത്. ഞാൻ മേഴ്സ്ലിയാണ് കൂടുതൽ എനിക്കിഷ്ടം. ഇതിപ്പോൾ വാങ്ങിക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു, കിട്ടിയതങ്ങ് വാങ്ങിച്ചു. ഇതിട്ടിട്ട് അങ്ങ് 1 സ്പൂൺ വായിൽ വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ആ പാത്രം മൊത്തം കാലിയാക്കി. മോളും കഴിച്ചു, അമ്മയും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ട്രൈ ചെയ്യണം കേട്ടോ.